ഇല്ലേ ചെറുപ്പക്കാരാ, ആ നേതാവിന്റെ വാക്ക് സത്യമാണെന്ന് ഇനിയും ചിന്തയില്ലേ ഉമ്മമാരെ? ആ നേതാവ് ഒരു സാധാരണ മനുഷ്യനല്ല, അതൊരു സാധാരണ നബിയല്ല, ഒരു സാധാരണ നേതാവല്ല. ആ നേതാവ് അല്ലാഹുവിന്റെയും സൃഷ്ടികളുടെയും ഇടയിലുള്ള ഏറ്റവും വലിയ മധ്യവർത്തി തന്നെ. ആ നേതാവല്ലേ നമ്മെ പഠിപ്പിക്കുന്നത്? ഉമ്മമാരെ, ശരീരത്തിന്റെ ഭംഗി പ്രകടിപ്പിക്കുന്ന വിധത്തിൽ, അതേ തട്ടം ധരിച്ചിട്ടുണ്ട് ധരിച്ചിട്ടില്ല എന്ന് പറയുന്ന വിധത്തിൽ ശരീരത്തിന്റെ ഭാഗങ്ങൾ കാണുന്ന നിലയ്ക്ക് പെണ്ണിറങ്ങിപ്പോവുകയാണെങ്കിൽ സ്വർഗത്തിന്റെ വാസനയില്ലെന്നല്ലേ പറഞ്ഞത്? ഇതുപോലെ ചെറുപ്പക്കാരെ, നെരിയാണിന്റെ താഴെ നീ തുണി ഉടുക്കണ്ട, ആ തുണി അതാ കിബിറിന്റെ ലക്ഷണമാണെന്നല്ലേ പറഞ്ഞത്? അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത് മുടി ക്രോപ്പ് ചെയ്തുകൊണ്ടല്ലോ. ചെറിയ കുപ്പായം ധരിച്ചാലെന്താ കുഴപ്പം? പലപ്പോഴും നിസ്കാരം ബാത്തിലാണ്. എന്തുകൊണ്ട്? മുട്ടുപൊക്കിളിനിടയിലുള്ള സ്ഥലം മറക്കൽ പുരുഷന്മാർക്ക് നിർബന്ധമാണ്. എന്നാ ചെറുപ്പക്കാരെ, നിങ്ങൾ റുക്കൂ ചെയ്തു നോക്കിയാൽ നിങ്ങളെ പുറത്ത് നടുവിലൂടെ ഒരു ചെറിയ ചാല് കാണാം. ആ ചാലിന്റെ ഉള്ളിലൂടെ പൊക്കിളിന്റെ അത്രയും സ്ഥലത്തിന്റെ താഴോട്ടുള്ള ഭാഗം, പൊക്കിളിന്റെ നേരെയുള്ള സ്ഥലത്തിന് താഴോട്ടുള്ള ഭാഗം, ആ ചാലിലൂടെ കാണാൻ പറ്റുന്ന വിധത്തിലാണ് കുപ്പായം ധരിച്ചതെങ്കിൽ, അഥവാ നിങ്ങൾ വളരെ നീളം കുറഞ്ഞ കുപ്പായം ധരിക്കുമ്പോ സുജൂദ് ചെയ്യുമ്പോ കുപ്പായം കേറിപ്പോകും. പിന്നെ നിങ്ങളെ പാന്റോ തുണിയോ ആണുള്ളതെങ്കിൽ അതിലൂടെ പലപ്പോഴും അത് ആ ചാലിലൂടെ കാണുന്നു. അപ്പോൾ നിസ്കാരം ബാത്തിലാകുന്നു. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ വളരെ ചെറിയ കുപ്പായത്തിനുണ്ടെന്ന് എന്റെ ചെറുപ്പക്കാര് മനസ്സിലാക്കണം കേട്ടോ. ഇതുപോലെ ചെറുപ്പക്കാർ